നമസ്കാരം. ഈ വാവര് സ്വാമി അവിടെ ഈ പോകുന്ന ആൾക്കാരെ പേട്ട തൊടുന്ന സ്ഥലമുണ്ടല്ലോ, വാവര് എരുമേലി, വാവര് സ്വാമി, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഒരു പള്ളിയിലും ഭസ്മം തൊട്ടു കൊടുക്കാറുമില്ല, ഭസ്മവും കൊടുക്കാറില്ല. ആയതുകൊണ്ട് തന്നെ ഈ വാവര് നട അത് തല്ലി പൊളിച്ച് കളഞ്ഞാലും ഭസ്മമാക്കി കളഞ്ഞാലും, ഇനി അതല്ല അതിനെ പുതുക്കി പണിത് സ്വർണം കൊണ്ട് മേഞ്ഞാലും ഇവിടുത്തെ ഒരു മുസ്ലിമിനും കണ്ട ഇത്രയേ ഉള്ളൂ വില. അവർക്കതൊരു പ്രശ്നമല്ല. അതും വെച്ച് മുസ്ലിം സമൂഹത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കേണ്ട. ഏതായാലും ശബരിമല നട തുറക്കാൻ പോവാണല്ലോ, വേറെന്തെങ്കിലും പണിയൊപ്പിച്ച് സുവർണാവസരം ഉണ്ടാക്കുക. മുസ്ലിങ്ങൾ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ കത്തിച്ചോ, അല്ല ഞങ്ങൾ കത്തിക്കില്ല എന്നാ വേണ്ട, അല്ല ഞങ്ങളൊരു സ്വർണം കൊണ്ട് മേയാൻ പോവാ ആയിക്കോ. അവരെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദൈവമില്ല അള്ളാഹു അല്ലാതെ. ഇവിടെയുള്ള അന്ത്യപ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ അടിമയാണ്. എന്നെ പോലെ, ഈ കേൾക്കുന്ന നിങ്ങളെപ്പോലെ, ഈ പറയുന്ന വിജി തമ്പിയെ പോലെ, ആ സംഘപരിവാറികളുടെ എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളായിട്ടാണ് കണക്കൂട്ടുന്നത്. അതുകൊണ്ട് വേറൊരു അവതാരം ഇവിടെയില്ല, വേറൊരു ചാമിയാരും ഇവിടെയില്ല, ഒരു വാവര് ചാമിയാരും ഇല്ല. അപ്പം അതും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ചാട്ടുമ്പ കയറ്റാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാവുകയുള്ളൂ കേട്ടോ. വാവര് പള്ളി, വാവര് സ്വാമിയുടെ പള്ളി, വാവര് മുസ്ലിമാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്, സംഘപരിവാറിൻ്റെ ആൾക്കാർ പറയുന്നത്. സമ്മതിച്ചു, മുസ്ലിം വാവര്. പിന്നെ എങ്ങനെയാണ് മുസ്ലിം സ്വാമിയാവണത്? എങ്ങനെയാണ് മുസ്ലിം സ്വാമിയാവണത്? സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ വാവര് സ്വാമിയെ, വാളിയപ്പുറം വാവര് സ്വാമി, അയ്യപ്പ സ്വാമി, എങ്ങനെയാ വാവര് സ്വാമിയാവണത്? വാവര് നട ഞങ്ങൾ പൊളി. ഇപ്പം അത് വലിയ പ്രശ്നമാക്കി വെച്ചില്ല. സംഭവം അത്രയേ ഉള്ളൂ. ശബരിമല നട തുറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് ലഹളി ഉണ്ടാക്കി വോട്ട് തട്ടുക, ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശങ്ങൾ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയ രസം, ഈ വാവര് നട അതിവിടെ നിർത്താൻ പറ്റില്ല, അത് ഞങ്ങൾ പൊളിക്കും എന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇപ്പോൾ വിശ്വ എല്ലാവരും തന്നെ വിശ്വ പരിഷത്തൊക്കെയും സംഘപരിവാറിൻ്റെ ആൾക്കാരനെ RSS തന്നെ. ഒരു മാവിന് പല ചില്ലയും കൊമ്പുണ്ടാകുമ്പോൾ അത് കിഴക്കേ ചില്ല, ഇത് വടക്കേ ചില്ല, മാവിൻ്റെ ചില്ല, അത്രയേ ഉള്ളൂ. ആ വിശ്വ പരിഷത്തിൻ്റെ ആൾ അങ്ങനെയാണ് ഈ നിയോഗം ഏൽപ്പിച്ചിട്ടുള്ളത്. വാവരാണ് നട ഞങ്ങൾ പൊളിക്കും, ഞങ്ങൾ സമ്മതിക്കില്ല. മുസ്ലിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? വാവര് നട ഞങ്ങൾ പൊളിച്ചു, വാവര് നട ഞങ്ങൾ പൊളിക്കില്ല, വേണ്ട. വാവര് നട ഞങ്ങൾ സ്വർണം കൊണ്ട് മേയാൻ പോവാ ആയിക്കോ. ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് ഒരുപാട് പള്ളികളുണ്ട്, പലയിടത്തും പ്രാർത്ഥനയ്ക്കുള്ള ഹാളുകൾ, പള്ളികളുണ്ട്. അതിനെ നിയന്ത്രിക്കാനുള്ള മക്കളുടെ കമ്മിറ്റികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതവിടെ നിയന്ത്രണത്തിന് അധീനതയിലാണ്. മദ്രസകളുണ്ട്. അതൊക്കെയാണെങ്കിൽ അത് പൊളിക്കുമെന്ന് പറയുന്ന സമയത്ത് അതിനെ വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ല, ദുഃഖം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾ പ്രതികരിക്കുക, അയ്യോ അത് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ വാവര് പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കോൺസെപ്റ്റ്, ഭസ്മം തൊട്ട് കൊടുക്കുക, ചന്ദനം തൊട്ട് കൊടുക്കുക, ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇസ്ലാമിൽ പറയാത്തൊരു കാര്യം ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ബാധകവുമല്ല. ആയതുകൊണ്ട് നിങ്ങൾ വാവര് നടയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തന്നെ ചെയ്താലും, നിലനിർത്തിയാലും തല്ലിപ്പൊളിച്ച് കളഞ്ഞാലും ഭസ്മമാക്കിയാലും ഞങ്ങൾക്കൊരു രോമവും ഇളകിപ്പോകാനില്ല എന്ന് സാരം. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. വാവര് പള്ളി പൊളിക്കണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ ഞാനും വരാൻ പൊളിക്കാൻ. തുടക്കം ഞാൻ വയ്ക്കാം, പൊളിക്കാനുള്ള തുടക്കം. ആദ്യത്തെ പിക്കാസ് കൊണ്ടുള്ള കൊത്ത് ഞാൻ കൊത്താം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, അനുവാദം വാങ്ങിത്തരണം. ഗവൺമെൻറ് അനുവാദം വേണം, ദേവസ്വം ബോർഡിൻ്റെ അനുവാദം, ഗവൺമെൻറ് അനുവാദം തന്നെ അനുവാദം വേണം. ദേവസ്വം ബോർഡിന് അനുവാദം കൊടുക്കണമെങ്കിൽ ഒരു മര്യാദ, ഒരു കൺവെൻഷനിൽ ഒരു മര്യാദയുണ്ട്. അവിടെയുള്ള ഈ കണ്ടരരോ എന്തോ സാധനം ഉണ്ടല്ലോ അവിടെ, തന്ത്രികൾ, തന്ത്രിമാർ, അവന്മാരുടെ അനുവാദം വേണം. അവന്മാർ അനുവാദം കൊടുക്കൂ.
കാരണം ഇവിടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണത്? അയ്യപ്പനും വാവരും, വാവരും അയ്യപ്പനും. അത് ഒരു നാണയത്തിൻ്റെ രണ്ട് വശമായിട്ടാണ് അവിടെ വരുന്ന ആൾക്കാർ കരുതുന്നത്. ഗുരുവായൂർ പോകുന്ന ആൾക്കാരോട് പറയും മമ്മിയൂരും കൂടി ഒന്ന് തൊഴുതോളൂ കേട്ടോ. അതങ്ങനെയാണ് അതിൻ്റെ രീതി. അതാണ് എന്തിനാ മമ്മിയൂർ തൊഴണേ, ഞങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നത്, അങ്ങനെ പറയാറില്ല. അങ്ങനെ പല അമ്പലങ്ങളിൽ ഇങ്ങനെ ചില രീതികളുണ്ട്. അവിടെ തൊഴുമ്പോൾ ഇവിടെയും തൊഴണം, ഇവിടെ തൊഴുതു കഴിഞ്ഞാൽ അവിടെ തൊഴണം, എന്നാലേ പരിപൂർത്തീകരണം വരുള്ളൂ എന്നുള്ളൊരു ഒരു സങ്കല്പമുണ്ട്. അതുപോലെ തന്നെ അയ്യപ്പനും വാവരും, അത് ജനങ്ങളുടെ മനസ്സിൽ അടിയുറച്ചു പോയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് സുപ്രഭാതത്തിലൊരു വാവലെടുത്ത് മാറ്റിയാലോ? ഒരു സിനിമ ഒന്നുമില്ല അയ്യപ്പനും കോശിയും. അതിൽ കോശിയില്ലെങ്കിൽ എന്താ സുഖമുള്ളത്? ഊശിപ്പോവും കോശിയില്ലെങ്കിൽ. എന്തോട്ടെ, അപ്പോൾ അയ്യപ്പനും വാവരും. അപ്പോൾ അവിടെ വിശ്വാസത്തിനൊരു മുറിവുണ്ടാകും. കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും, തമിഴിലുള്ള ആൾക്കാരും തെലുങ്കന്മാരൊക്കെ വരുന്നതാണ്, കന്നഡക്കാരും പറയും ഇവിടെ എന്താ ലെവലാദ്യത്തരങ്ങൾ ഞങ്ങൾ ഇനി പോകണില്ല എന്നും പറയും. അങ്ങനെ ഒരു ലയം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള തെണ്ടി വർഗങ്ങളൊക്കെയും മുണ്ട് മുറുക്കി കൊടുക്കേണ്ട ഗതികേട് വരും. ഇത് വെച്ചിട്ടാണല്ലോ ജീവിതം. മുണ്ട് മുറുക്കി കൊടുക്കേണ്ട ഗതികേട് വരും. അപ്പം അവരത് സമ്മതിക്കില്ല. വീണ്ടും ഉറപ്പിച്ച് തർപ്പിച്ച് പറയണ്ട. ഞാൻ പലരോടും വിളിച്ചു ചോദിച്ചു ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ ചോദിച്ചിങ്ങനെയാണ്, വാവര് സ്വാമിയുടെ ക്ഷേത്രത്തെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, പള്ളിയെക്കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, ക്ഷേത്രത്തെക്കുറിച്ച് അല്ല പള്ളിയെക്കുറിച്ച്. സ്വാമി ഞങ്ങൾക്ക് അതിൽ ഒരഭിപ്രായവും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമല്ല എന്നാ പറഞ്ഞത്. ഇവരുടെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, അവരുടെ വിശ്വാസത്തിന് മുറിവേൽപ്പിക്കുക, എന്നിട്ട് അവരെ പട്ടിയെ പേപ്പട്ടിയാക്കുന്നൊരു തന്ത്രം. അതാണ് ഇവർക്ക് വേണ്ടത്. അതാണ് ഉത്തരേന്ത്യയിൽ അതാണല്ലോ സംഭവിക്കുന്നത്. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് എല്ലായിടത്തും പലതരം വിജയങ്ങൾ അവർ ആഘോഷിച്ചു. ദക്ഷിണേന്ത്യയിൽ പറ്റിയില്ല. കേരളത്തിൽ അന്ന് പാണക്കാട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഇപ്പോഴുള്ള ആളുടെ അച്ഛനോ വാപ്പയാണോ മറ്റോ എനിക്കത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പം അദ്ദേഹം വളരെ സുമുഖനായിട്ടുള്ളൊരു വ്യക്തി. അപ്പം അദ്ദേഹം പറഞ്ഞു അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവിടുത്തെ കാര്യം. അതിന് നമുക്ക് ദുഃഖമുണ്ട്. പക്ഷേ അത് വെച്ചുകൊണ്ട് ഇവിടെയുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ മേലേക്ക് ഒരു പിടി മണ്ണ് വാരിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ ആരെങ്കിലും വാരിയിട്ട് കഴിഞ്ഞാൽ അത് മുസ്ലിം സമുദായത്തിൻ്റെ അക്കൗണ്ടിൽ പെടുത്തും വേണ്ടെന്ന് പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. കാത്തിരുന്നു. ഇവിടെയുള്ള സംഘിക്കുട്ടപ്പന്മാർ അന്ന് കാത്തിരുന്നു. ഇവിടെ എന്തെങ്കിലും പ്രകോപനം, ഞങ്ങളുടെ മസ്ജിദ് പൊളിച്ചൂല്ലേ, ഞങ്ങളൊരു ക്ഷേത്രം പൊളിക്കാൻ പോവുക എന്നൊന്ന് പറഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അതല്ല കേരളം. എല്ലാവരും 10ാം ക്ലാസ് പഠിച്ചവരാ, ഞാൻ മാത്രമാണ് 8ാം ക്ലാസ് പഠിച്ചിട്ട് പഠിപ്പ് നിർത്തിയത്. ഒക്കെ എല്ലാവർക്കും ആവശ്യത്തിനുള്ള വിവരമുണ്ട്. ഈ ഒരു വർഗങ്ങൾക്കല്ലാതെ. കാരണം എന്താ, അത് ചാണകം കയറ്റി വെച്ചു. അവിടെ കയറിയപ്പോൾ കണ്ടില്ലേ മറ്റേ എന്താ സാധനത്തിൻ്റെ പേര്, ചെമ്പ് കോഴി കാണിക്കുന്നത് കണ്ടില്ലേ? ഒരു മനുഷ്യന് ചോദിച്ച കാര്യങ്ങളാണോ? അപ്പം അതിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ എല്ലാ പ്രജ്ഞയും നഷ്ടപ്പെടുക, അത് വേറെ കാര്യം. ഏതായാലും കേരളത്തിൽ അന്ന് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ബാബറി മസ്ജിദ് പൊളിച്ചത് നന്നായി എന്നോ അതിന് സന്തോഷമുണ്ടോ എന്നല്ല പറയുന്നത്, ഇവരാരും പറഞ്ഞിട്ടുള്ളത്. അതിന് ദുഃഖമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ അമ്പലത്തെ തൊട്ട് കളിക്കരുത്. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോഴും അതുപോലെ തന്നെ സംഭവിക്കുന്നു. ഒരിക്കൽ പോലും ഒരു മുസ്ലിം ഹിന്ദു ദേവാലയത്തിൻ്റെ മേലെ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമോ വിരൽ ചൂണ്ടുന്നില്ല ഇവിടെ. മറ്റെന്ത് പ്രശ്നമുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് അത് ആ തലപ്പത്തുള്ള ആൾക്കാർ തമ്മിലുള്ള ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ സാധാരണക്കാർ അപ്പുറത്തെ വീട്ടിലെ കല്യാണിക്കുട്ടിയമ്മയും ഇപ്പുറത്തെ വീട്ടിലെ ഖദീജുമ്മയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അപ്പം അത് വേറൊരു നിലയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, അത് അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണം. പക്ഷേ സാധാരണ തെരുവിലെ ഹിന്ദുവിനും തെരുവിലെ മുസ്ലിമിനും തെരുവിലെ ക്രിസ്ത്യാനിക്കും എന്ത് ജാതി, എന്ത് മതം, എന്ത് രാഷ്ട്രീയം. അപ്പം അത് പോട്ടെ. പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇവര് ഉദ്ദേശിച്ചത് ബാബരി പള്ളി പൊളിക്കണമെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ മലപ്പുറത്തുനിന്നോ കോഴിക്കോടെന്നോ ഏതൊരു ഉസ്താദോ അല്ലെങ്കിൽ ഏതൊരു സമസ്തക്കാരനോ അല്ലെങ്കിൽ മുസ്ലിം ആൾക്കാരോ പൊളിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറയുന്ന വിചാരിച്ചേ അവരങ്ങനെ അപ്പുറത്ത് മാറി നിൽക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ പൊളിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞങ്ങളെന്ത് പറയാനാണ്? നിങ്ങളുടെ വാവര് നട, നിങ്ങളുടെ വാവര് സ്വാമി, നിങ്ങളുടെ ഇരുമുടിക്കെട്ട്, അത് നിങ്ങൾ പൊളിക്കണു. അതിപ്പോൾ ഞങ്ങളെന്ത് ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്? അതുമായിട്ട് ഞങ്ങൾക്ക് എന്താ ബന്ധം? ഏതായാലും നിങ്ങൾ ആക്രോശിക്കുന്ന വാസ്തവത്തിൽ നിങ്ങളുടെ നിഴലിനോടാണ്.
പണ്ടൊരു രാജാവുണ്ടായിരുന്നു, മുമ്പിൽ ആരും നടക്കാൻ പാടില്ല. ആയതുകൊണ്ട് അദ്ദേഹം നേരം വെളുത്ത് 12 മണി വരെ അദ്ദേഹം കാര്യങ്ങൾ നടത്തിയതിനായിട്ട് കിഴക്കോട്ടേ നടക്കുള്ളൂ. അപ്പോൾ നേരിൽ പുറകിലായിരിക്കുമല്ലോ. ഉച്ച കഴിഞ്ഞ പിന്നെ അങ്ങനെ പടിഞ്ഞാട്ടേ നടക്കുള്ളൂ. അപ്പോൾ നേരിൽ പിന്നിലായിരിക്കും. നിഴലിനെ പോലും പറഞ്ഞു വരുന്നത്, ഈ നിഴലിനോട്, തൻ്റെ നിഴലിനോടാണ് താൻ മത്സരിക്കുന്നത്. തൻ്റെ നിഴലിന് മുമ്പിൽ കണ്ട് ഞാൻ അതാരണ്ട മുമ്പിൽ നടക്കണേ എന്നിട്ട് അതിന് ചവിട്ടി കൂട്ടാൻ നോക്കുക തൻ്റെ നിഴലിനോട്. ഈ ഒരു പ്രശ്നം ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടാതെ വന്നു. ഇപ്പം ഗവൺമെൻറ്റുമായിട്ട് രാത്രി സേവയാണ്. പകല് ആളെ കാണുന്ന സമയത്ത് അങ്ങോട്ട് പറയുക, വരണ വഴിയിലെ തമ്പുരാൻ വരണ വഴിയിലെ തന്നെ നടക്കണല്ലേ, അങ്ങോട്ട് പറയുക, അങ്ങോട്ട് മാറിക്ക്. രാത്രിയോ തേങ്ങാപ്പുരയ്ക്ക് വന്നോളാൻ പറയും. അയ്യോ തമ്പുരാ, അതൊന്നും പ്രശ്നമില്ലടി എന്ന് പറയുന്ന പോലെ രാത്രി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും RSകാരും അപ്പന 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 ഇതാണ് കണ്ടുവരുന്നത്. കാരണം ഇവിടെ ഭരണം നിലനിൽക്കണം, പ്രശ്നങ്ങൾ നിലനിൽക്കാതിരിക്കണം. ഇതൊക്കെയാണ് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, ഒരു വടിക്കുള്ളുണ്ടാ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണങ്ങൾ, അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. എന്നാൽ സമരമാകാം, ജപഘോഷയാത്രയാകാം, ശവഘോഷയാത്രയാകാം എന്നും പറഞ്ഞിട്ടുള്ള പരിപാടി ഇപ്പോൾ ഒന്നുമില്ല കയ്യിൽ. ഏതായാലും മറ്റേത് മകരവിളക്ക് വരാൻ പോകുന്നു. അപ്പോൾ പിന്നെ മകരവിളക്ക് റിലീസ് സമയത്ത്, ഈ ഓണം റിലീസ് സമയത്ത് മമ്മൂട്ടിയുടെ പടം എന്ന് പറയില്ലേ, അതിൽ ക്രിസ്മസ് വരുമ്പോൾ മോഹൻലാലിൻ്റെ പടം റിലീസാവുന്നു. ക്രിസ്മസ് റിലീസ് എന്ന് പറയുന്ന പോലെ ഇപ്പോൾ മകരവിളക്ക് റിലീസാണ്. വാവര് സ്വാമി മകരവിളക്ക് റിലീസാണ്. ഈ തന്ത്രം ഇവിടെ വിലപ്പോയില്ല, ഒരു മുസ്ലിമും പ്രതികരിച്ചില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ അതും വെച്ചുകൊണ്ട് BJPയുടെ ഒരു കളി, വോട്ട് തട്ടൽ കളി, അത് ഷൂറ്റിപ്പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രത്യേകിച്ച് വിജി തമ്പി അവർക്കോടാണ് പറയുന്നത്. താങ്കളൊരു കലാകാരനാണ്, അപ്പോൾ ഉള്ളിലൊരു മൃദുത്വം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിങ്ങൾ ഈ ചെമ്പുകോഴിയെ പോലെ ഇന്നലെ കയറി വന്ന സാധനങ്ങൾ ഒരു ആർജവുമില്ല, അന്തസ്സില്ല, ആഭ്യാത്യമില്ല. അയാളുടെ തന്നെ ഭാഷയിൽ, സിനിമാ ഭാഷയിൽ പറഞ്ഞ തന്തയ്ക്ക് പറക്കായിക, അതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും എപ്പോഴും. അത് BJPയെ നശിപ്പിക്കുകയുള്ളൂ. അങ്ങനത്തെ സാധനങ്ങളെ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അതിലേക്ക് കൂട്ടിലടച്ചിടണം. നിങ്ങൾക്ക് ഈ BJPയെ നന്നാക്കാൻ പറ്റും. നിങ്ങൾ നന്നാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അടിസ്ഥാനപരമായിട്ട് ടിവിയുടെ മുമ്പിൽ വന്ന്, വിസർജനം ടിവിയുടെ മുമ്പിൽ വന്നോ, മറ്റേ ടിവിയുടെ മുമ്പിൽ വന്നോ, കുറെ വർത്താനം പറഞ്ഞ്, കുറെ പഴയ ചരിത്രങ്ങൾ ഉദ്ഘോഷിച്ച്, ഞാൻ ജയിച്ചു, അവനും ജയിച്ചു, ഇവരും ജയിച്ചു, ആങ്കറും ജയിച്ചു, ഇതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആങ്കർ തന്നെ പറയും ഒന്ന് ഉരസി കൊടുത്തോട്ടോ എന്നും പറഞ്ഞ് അതൊരു എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം ഞാനൊന്നും അത് കാണാണ്ടായി. അപ്പം അതിലൂടെയല്ല ജനസേവനം നടത്തേണ്ടത്. നിങ്ങൾ രംഗത്തിറങ്ങി വരണം. പണ്ട് RSന് ഘടനായിക്കുന്ന ഒരാളുണ്ടായിരുന്നു, ചെറിയ ചെറിയ ഇടവഴിയിൽ ഒരാളുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഇടവഴികൾ കൂടുമ്പോൾ അതിനൊരു ലെവല്, അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പം അതൊന്നുമില്ല. ശാഖ എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ കേരളത്തിൽ, ശാഖ ഇല്ലല്ലോ, ഒറ്റ ശാഖ പോലില്ല. പുറത്തിറങ്ങി ശാഖ എന്ന് പറഞ്ഞ് നടന്ന് അടി കിട്ടും. അപ്പോൾ അവിടെ ശാഖയില്ല. വീട്ടിലെ അമ്മമാർ വേണം സമ്മതിക്കില്ല. എവിടേക്ക് ശാഖയ്ക്ക് അയക്കുന്ന ഒരു ശാഖയിലൊന്നുമില്ല എന്ന് പറയും അവിടെ. കാരണം അവിടെ പോയി വന്നവരുടെ സംസ്കാരമൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ BJPയെ നന്നാക്കണമെങ്കിൽ അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അന്തസ്സും ആഭിയാത്യവും കൃത്യമായിട്ട് നാടക ഭാഷയിൽ പറഞ്ഞ തന്തയ്ക്ക് പിറക്കുന്ന ആളുകൾ, അതായത് പാരമ്പര്യമുള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർ മുൻനിരയിൽ വരണം. കൃഷ്ണദാസ് ആകട്ടെ, MT രമേശ് ആകട്ടെ, കുമ്മന രാജശേഖരനാകട്ടെ, താങ്കളെപ്പോലുള്ള ആളുകൾ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ചോദിക്കാനും പറഞ്ഞു അമ്മയും അച്ഛനും ജീവിച്ചിരിപ്പുണ്ടെങ്കിലും അവർ ആത്മാവ് നോക്കിക്കും, എന്താ തമ്പി ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് വിജി എന്ന് ചോദിക്കുന്ന ആ സ്വരം നിങ്ങളുടെ കാതിൽ അലയ്ക്കും. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ചാണകക്കുഴിയിൽ പരിപൂർണമായിട്ട് മുങ്ങിയിട്ടില്ലാത്ത കൊണ്ട് പറയണം, നിങ്ങൾക്ക് ഇതിനെ നേർവഴിക്ക് നയിക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ആന്തരികമായിട്ടുള്ള വികാസമാണ് ഉണ്ടാക്കേണ്ടത്, വോട്ടിൻ്റെ വികാസമല്ല ഉണ്ടാക്കേണ്ടത്. അത് വോട്ടിൻ്റെ വികാസം പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ നാരായണ സേവ നടത്തി കഴിഞ്ഞാൽ ലക്ഷ്മി പിന്നെ എവിടെ പോകാൻ എന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യം.
അതിങ്ങനെ അലവരാതിത്തരം പറയലും വൃത്തികേടുകൾ പറയലും വെല്ലുവിളികൾ നടത്തലുമല്ല. ഗീതയിൽ 16-ാമത്തെ അധ്യായമുണ്ട്. അതിനാദ്യത്തെ 3 ശ്ലോകങ്ങൾ, പിന്നെ 4-ാമത്തെ ശ്ലോകവും. അത് വിജി തമ്പി താങ്കളൊന്ന് വായിക്കണം. അതൊന്ന് വായിക്കാൻ ഇപ്പം സമയം കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങളതൊന്ന് വായിക്കണം. പറ്റുമെങ്കിൽ ശങ്കരഭാഷ്യ സഹിതം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ മാത്രം വായിച്ചാൽ മതി, തർജ്ജമ മാത്രം വായിച്ചാൽ മതി. ഒരുപാട് ഗ്രന്ഥങ്ങൾ രാമകൃഷ്ണ മിഷൻ്റെ ഗ്രന്ഥമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പം അത് നിങ്ങൾ വായിക്കുക. അതിലെഴുതിയിട്ട് കുറേ ഗുണങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അഭയം, സത്വ സംശുദ്ധി, ജ്ഞാനി യോഗ വ്യവസ്ഥിതി, ദാനം, ദമശ്ച യജ്ഞശ്ച, സ്വാധ്യായസ്തവാർജവം, അഹിംസ, സത്യമക്രോധക, ത്യാഗശാന്തിര പരിശുരം, ദയാഭൂതേശ്വലോലുപ്തും മാർദ്ദവം ഹ്രീരചാപലം, തേജ ക്ഷമാധൃതി ശൗര്യമദ്രോഹോ നാദിമാലിത. ഇത്രയും ഗുണങ്ങൾ, ഇതിൽ ഓരോ വാക്കും ഓരോ ഗുണങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആന്തരികമായിട്ട് ഗുണം ഉണ്ടാക്കേണ്ടത്. ഇനി അതല്ലാതെ സ്വയം നശിക്കാനാണ് നിങ്ങൾ ഒരുമ്പെടുന്നെങ്കിൽ 4-ാമത്തെ ശ്ലോകം വായിച്ചാൽ മതി എന്നർത്ഥം. അത് നരകത്തിലേക്കുള്ള കവാടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അവിടെ. അപ്പം ആയതുകൊണ്ട് തന്നെ സ്വയം നന്നാകുക. ഇതിനകത്തൊരു ചാണകം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പണ്ട ചാണകം തെളിച്ച് ശുദ്ധീകരിക്കുക എന്ന് പറയും. വെള്ളം തെളിച്ച് ശുദ്ധീകരിക്കുക. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ട വാക് തപസ്സാണ്. ഈ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ പിന്നെ ഇയാളുടെ പേരെന്താണ്, മറ്റേ കുറേ പിള്ളേർ ഇതിൻ്റെ പേരും പറഞ്ഞ് ഇതിൽ വരുന്നുണ്ട്, TV ചാനലിൽ വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഇയാൾ ചെമ്പുകോഴി, ഇവരിലേക്ക് നാക്കാണ് ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ പിടിച്ച് ക്രിസ്ത്യാനിയെ കൂടം കൊണ്ട് മുസ്ലിങ്ങളെ അടിക്കാൻ ശ്രമിക്കുന്നു. മുസ്ലിങ്ങളെ പിടിച്ച് ക്രിസ്ത്യാനിയെ അടിക്കാൻ ശ്രമിച്ചു. അത് പിന്നെ നടക്കുന്ന കാര്യമല്ല. ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കുടിലതന്ത്രം, ഗൂഢതന്ത്രങ്ങൾ അത് മാറ്റിവെച്ചുകൊണ്ട് രാഷ്ട്രത്തെ സംബന്ധിച്ചിട്ടുള്ളതാകണം രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രീതിയുടെ മുന്നേറാൻ കഴിയണം. അല്ലെങ്കിൽ ഈ വിജി തമ്പിയും അവിടെ വന്നു ഈ നിലയ്ക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവർ നടപൊളിക്കും, ഏത് വാവർ എന്ത് വാവർ, നൈനാം പള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം വിഡ്ഢിയാകുന്ന കാര്യങ്ങൾ, അത് അല്പതരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നിലകൊള്ളുക മാത്രമേ ഉള്ളൂ. അടിസ്ഥാനത്തിൽ നിന്ന് വരണം. ഒരു പക്ഷേ BJPക്ക് ഒരു അടിസ്ഥാനം ഉണ്ടായിക്കഴിഞ്ഞാൽ രാഷ്ട്രപിതാവായിട്ട് മാറിയത് മഹാത്മജിയാണ്. അത് തിലകനോ അതല്ലെങ്കിൽ മറ്റേ ദാദാഭായ് നവറോജിയോ ഗോപാലകൃഷ്ണ ഗോഖലെയോ അലൻ ഒക്ടേവിയൻ ഹ്യൂമോ WC ബാനർജിയോ അവരൊന്നുമല്ല. അല്ലെങ്കിൽ മറ്റേ എന്താ ബസന്ത് പറയലോ, അത് എനിക്ക് ഓർമ്മ. അപ്പോൾ അവരൊന്നുമല്ല ആനി ബസന്റ്, അവരൊന്നുമല്ല രാഷ്ട്രപിതാവായത്. അപ്പം അതിന് അടിത്തറ തീർക്കുന്ന ആൾക്കാർ അതിൻ്റെ മേലെ നിന്നിട്ടാണ് സുപ്രഭാതത്തിൽ മഹാത്മജി വന്നിട്ടല്ല അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത്. അവിടെ ഒരു അടിത്തറ സൃഷ്ടിച്ചു വെച്ചിരുന്നു. നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തോട് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഹൈന്ദവ ദർശനങ്ങളോട് താല്പര്യമുണ്ടെങ്കിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഹൈന്ദവ ദർശനങ്ങളോട് താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് പറയുന്നത്. നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കണം. ചെറിയ തോതിൽ പഠിക്കാൻ ശ്രമിക്കണം. സന്യാസിയാവാൻ വേണ്ടിയിട്ടില്ല, ചെറിയ തോതിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. നിങ്ങളെ കാണുന്ന സമയത്ത് എല്ലാവരും വിജി ചേട്ടാ എന്ന് പറയാവുന്ന രീതിയിൽ സ്നേഹത്തോടു കൂടി, അതായത് നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർ അകന്നു മാറരുത്, ഭയത്തോടു കൂടി അകന്നു മാറരുത്. ഇപ്പോഴുള്ള പല സംഘപരിവാറിൻ്റെ ആൾക്കാരെ കാണുമ്പോൾ ആൾക്കാർ അകന്നു മാറുകയാണ്. സംഘപരിവാറിൻ്റെ പേരിൽ പലരും യൂട്യൂബിൽ വന്നും അവിടെ വന്നും ഇവിടെ വന്നും ഈ വിഷം തുപ്പുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ വിഷകല. അപ്പം അത്തരം ആളുകളെ നിങ്ങൾ നിലയ്ക്ക് നിർത്തണം. അതിൽ നിങ്ങൾ പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളാവും പുറത്തു പോവുക, അത് വേറെ കാര്യം. എങ്കിൽ പോലും തന്നാലായത്, അണ്ണാർക്കണ്ണും തന്നാലായെന്ന് പറഞ്ഞ പോലെ അവരുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയ അതേ രൂപം തന്നെയായിട്ട് മാറും. പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ രൂപമല്ലേ. ഇപ്പം തൃശ്ശൂർ പുലിക്കളി, ആര് പുലിവേഷം കെട്ടിയാലും നാളെ മമ്മൂട്ടി വന്ന് വലിയ പുലിവേഷം കെട്ടിയാലും അപ്പുറത്ത് വന്ന് വേറെ അവിടെയുള്ള കുണ്ടുവളപ്പിൽ കോയിനാർ വേഷം കെട്ടിയാലും പിന്നെ കണ്ടു കഴിഞ്ഞാൽ വേഷം കെട്ടി കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെയല്ലേ. അതുപോലെ ആകരുത്. നിങ്ങൾ അടുത്ത സംഖ്യയാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സംഖ്യത്തരം വെച്ച് BJPയെയും അല്ലെങ്കിൽ മറ്റു സംഘപരിവാർ സംഘടനകളെയും താഴോട്ട് അതപ്പതിപ്പിക്കാനേ നിങ്ങൾക്ക് കഴിയൂ. അതല്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നല്ലത്. ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വാവര് നട, വാവര് സ്വാമി,
ഇരുമുടിക്കെട്ടും വെച്ച് വാവരുടെ വാവരുടെ സങ്കേതത്തിലേക്ക് വരുന്ന സമയത്ത് ഭസ്മം തൊട്ട് കൊടുക്കൽ, ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ആയതുകൊണ്ട് തന്നെ എരുമേലിയിൽ നൈനാൻ പള്ളി എന്ത് കോപ്പയിലാവട്ടെ, അത് നിങ്ങൾ പൊളിച്ചാലും പൊളിച്ചില്ലെങ്കിൽ അത് എന്തു ചെയ്താലും എടുത്ത് നിങ്ങൾ വിഴുങ്ങിയാലും മുസ്ലിങ്ങൾക്കത് പ്രശ്നമല്ല. മുസ്ലിങ്ങളെ ഓടിച്ച് ക്ഷീണിപ്പിച്ച് പട്ടിയെ പേപ്പട്ടി ആക്കാനുള്ള ശ്രമമെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം തേടുക കേട്ടോ. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോഴും ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ പറഞ്ഞ ബാബറി മസ്ജിദ് പൊളിഞ്ഞു, നമുക്ക് സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു പിടി മണ്ണെടുത്തൊരു അമ്പലത്തിൻ്റെ മേലെ എറിയരുത് കേട്ടോ. അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കൽ പോലും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അക്കൗണ്ടിൽ പെടില്ല. അവരെ തല്ല് വാങ്ങിച്ചു കിട്ടുന്ന പറഞ്ഞു. എന്തുണ്ടായി? ഒന്നും സംഭവിച്ചില്ല. അങ്ങനെയുള്ള ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് പോലും സഹിഷ്ണുത കാണിച്ചിട്ടുള്ള അന്തസ്സും ആഭിയാത്യം കാണിച്ചിട്ടുള്ളവർക്ക് എന്തുവാ അവർ നട. നമസ്കാരം.